ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യയുടെ മരണത്തിൽ കുടുംബം പോലീസിന് പരാതി നൽകി. സൈബർ ആക്രമണമല്ല മരണകാരണമെന്ന് പരാതിയിൽ. മരണകാരണം പുറത്തു വരണമെന്ന് മാതാപിതാക്കളും പറഞ്ഞു. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, സൈബർ ആക്രമണമല്ല എന്നുള്ള കടുത്ത നിലപാടിലാണ് ഇപ്പോൾ കുടുംബം. ഇനി എന്തൊക്കെയായിരിക്കും പോലീസ് നടപടികൾ? തീർച്ചയായും വർഷ, കഴിഞ്ഞ ദിവസമാണ് ആദിത്യയുടെ മരണം പുറത്തു വരുന്നത്. പിന്നാലെ സൈബർ ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ട് മരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു പുറത്തു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മാതാപിതാക്കളോട് ഇക്കാര്യം ചോദിച്ചപ്പോഴും മാതാപിതാക്കൾ ഇന്ന് പറയുന്നില്ല, നാളെ പറയാം എന്ന തീരുമാനത്തിലായിരുന്നു. ഇന്ന് അല്പസമയം മുൻപാണ് മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകിയത്. ഈ സൈബർ ആക്രമണമല്ല തന്റെ മകളുടെ മരണത്തിന് കാരണം എന്ന് തന്നെയാണ് മാതാപിതാക്കൾ പറയുന്നതും. എന്താണ് മരണകാരണം എന്നത് പുറത്തു വരണമെന്നും അതോടൊപ്പം തന്നെ ആദിത്യയുടെ ആൺ സുഹൃത്ത് തുടക്കം മുതൽ തന്നെ ഈ മരണം റിപ്പോർട്ട് ചെയ്തത് മുതൽ തന്നെ ആൺ സുഹൃത്തുമായി ആദിത്യക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായി ഇവർ തമ്മിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് സൈബർ ആക്രമണം നേരിട്ടത് എന്ന് തുടങ്ങിയുള്ള വിവരങ്ങളായിരുന്നു തുടക്കം മുതൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പോലീസ് ഈ നെടുമങ്ങാട് സ്വദേശിയായ മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ആദിത്യയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഇന്ന് അതിന് പിന്നാലെ വൈകുന്നേരത്തോടാണ് കുടുംബം പോലീസിന് പരാതി നൽകുന്നത്. മാത്രമല്ല, ഈ ആദിത്യയുടെ സുഹൃത്ത് 2 മാസമായി ആദിത്യയുടെ വീട്ടിൽ വരുന്നില്ല എന്നും അതേസമയം മുൻപ് സ്ഥിരമായി വരുന്ന ഒരു ആൾ കൂടിയായിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിനോട്. അതുകൊണ്ട് തന്നെ സുഹൃത്തായിരിക്കാം മരണകാരണം അല്ലെങ്കിൽ മരണത്തിന് കാരണം ഉത്തരവാദി എന്ന് സംശയിക്കുന്നതായും കുടുംബം ഇപ്പോൾ പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇതേ തുടർന്നുള്ള അന്വേഷണമായിരിക്കും പോലീസ് ഇനി മുന്നോട്ട് പോകുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ പൂജപ്പുര പോലീസാണ് അന്വേഷിക്കുന്നത്. വരും ദിവസങ്ങളിലും തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. വിവരങ്ങൾ നൽകി.